എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചൈനീസ് ഡ്രാമയിലെ ഒരു ആക്സിഡൻറ്റ് സീനാണ് റിവ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ ഡ്രാമയിലെ മെയിൻ ലീഡായിട്ടുള്ള ഈ പയ്യന് ഒരു ആക്സിഡൻറ്റ് പറ്റുകയാണ്. വലിയ രീതിയിൽ ഇഞ്ചുറീസൊക്കെ ഉണ്ട്. അവൻ്റെ കഴുത്തിലും കാലിലും ഒക്കെ നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എൻ്റെ ഗേൾഫ്രണ്ടായ ഈ പെൺകുട്ടിയാണ് അവനെ ഫുൾ ടൈം കെയർ ചെയ്യുന്നതും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാം. അവളും ഫുൾ ടൈം അവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അവനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയം വരെയും അവൾ അവൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധയോടെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവൻ ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുമ്പോൾ ഇവന് കൊടുത്തിരുന്ന IV ഇഞ്ചക്ഷൻ ട്രിപ്പ് അവൾ ഊരി മാറ്റുകയാണ്. അത് കാരണം അവന് പെട്ടെന്ന് വയ്യാതാവുകയും അവൾ ഡോക്ടറെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷേ അവൾ അതിനുശേഷം എല്ലാ കാര്യവും നല്ല ശ്രദ്ധയോടു കൂടി തന്നെ ചെയ്യുമായിരുന്നു. ഈ ഡ്രാമയിലെ 2 പേരും അവരുടെ ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഇമോഷണൽ സീനൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അവർ പാനിക് ആവുന്ന സീനായിക്കോട്ടെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് ഒരു ആക്ടറിൻ്റെ കഴിവെന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കുന്ന റോള് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ അഭിനയിച്ച് ഫലിപ്പിക്കണം. അത് ഇവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സീന് നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ അവർ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.